മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ പ്രധാനമാണ് ആഹാരം. പരിണാമത്തിന്റെ ആദ്യകാലങ്ങളിൽ സസ്യഭുക്കായിരുന്ന അവൻ പിന്നീട് മൃഗങ്ങളെ വേട്ടയാടാൻ തുടങ്ങി. സസ്യാഹാരത്തിന്റെ സ്വാദ് മതിയാകാതെ വന്നതുകൊണ്ടാവാം ഇത്. മാനവ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായ തീയുടെ കണ്ടുപിടുത്തം അവന്റെ ജീവിത ശൈലി തന്നെ മാറ്റാൻ പര്യാപ്തമായിരുന്നു. പാകം ചെയ്ത ഭക്ഷണത്തിന്റെ സ്വാദ് അവൻ തിരിച്ചറിഞ്ഞു. പിന്നീടുള്ള അവന്റെ പരിണാമങ്ങൾക്കൊപ്പം ഭക്ഷ്യ സംസ്കാരവും മാറ്റത്തിന് വിധേയമായി. ഭക്ഷണ പദാർത്ഥങ്ങളെ മൂന്നായി തിരിക്കാം. ഒന്നാമതായി ഊർജദായക ഭക്ഷണം അഥവാ എനർജി ഗിവിംഗ് ഫുഡ്സ്. ഊർജദായക ഭക്ഷണങ്ങളിൽ പ്രധാനമായും കാർബോഹൈഡ്രേറ്റ്സ് ആണുള്ളത്. അവ ധാന്യങ്ങളായ അരി, ഗോതമ്പ്, ചോളം എന്നിവയാണ്. രണ്ടാമതായി ശരീരപുഷ്ടി ഭോജനം അഥവാ ബോഡി ബിൽഡിംഗ് ഫുഡ്സ്. ശരീരപുഷ്ടി ഭോജനങ്ങളിൽ പ്രോട്ടീൻസ് ആണുള്ളത്. ഇവയിൽ അടങ്ങുന്നത് പ്രധാനമായും നമ്മുടെ പയറുവർഗ്ഗങ്ങളാണ്. മൂന്നാമതായി സംരക്ഷക ഭക്ഷണം അഥവാ പ്രൊട്ടക്റ്റീവ് ഫുഡ്സ്. സംരക്ഷക ഭക്ഷണങ്ങളിൽ വൈറ്റമിൻസും മിനറൽസുമാണുള്ളത്. അവ പ്രധാനമായും പച്ചക്കറികളും പഴങ്ങളുമാണ് നൽകുന്നത്. ഇവയിൽ കാർബോഹൈഡ്രേറ്റ്സ് ഊർജം നൽകുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്നു. വൃക്ക, മസ്തിഷ്കം, പേശികൾ, കേന്ദ്രനാഡിവ്യൂഹം എന്നിവയുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്നു. 60 തൊട്ട് 65% വരെ പ്രതിദിനം ഭക്ഷിക്കേണ്ടതാണ്. പ്രോട്ടീൻസ് വളർച്ചയ്ക്ക് സഹായിക്കുന്നു. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. 15 തൊട്ട് 20% പ്രതിദിനം ഭക്ഷിക്കേണ്ടതാണ്. ഫാറ്റ്സ് ഊർജം നൽകുന്നു. വൈറ്റമിൻസിനെ ആഗിരണം ചെയ്യുന്നതിൽ സഹായിക്കുന്നു. 15 തൊട്ട് 20% വരെ പ്രതിദിനം ഭക്ഷിക്കേണ്ടതാണ്. നമ്മൾ കണ്ടുവന്നതുപോലെ മനുഷ്യന്റെ വളർച്ചയ്ക്കൊപ്പം അവന്റെ ഭക്ഷ്യ സംസ്കാരവും മാറി മറഞ്ഞു. ഇന്നത് ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിൽ എത്തി നിൽക്കുന്നു. അതായത് നമ്മുടെ ഭക്ഷ്യ സംസ്കാരം ആരോഗ്യ മൂല്യങ്ങൾക്കപ്പുറം ആഡംബര പ്രധാനമായി തീർന്നു. ഇതുമൂലം അനേകം രോഗങ്ങളാണ് നമ്മുടെ ഇടയിൽ ഉത്ഭവിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് അമിതവണ്ണം. ഇത്രയും കൊണ്ട് തീരുന്നില്ല. പോഷകാഹാര കുറവ് മൂലം ക്വാഷിയോർക്കർ, മരാസ്മസ് മുതലായ രോഗങ്ങൾ നമ്മുടെ സമൂഹത്തെ വേട്ടയാടുന്നു. ഈ ഒരു അവസ്ഥയിലെങ്കിലും സമീകൃത ആഹാരം അല്ലെങ്കിൽ ബാലൻസ് ഡയറ്റിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കും. യുണൈറ്റഡ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ബാലൻസ് ഡയറ്റിനെ ഫുഡ് ടൈപ്പ് പിരമിഡ് വഴിയാണ് വിവരിച്ചിരിക്കുന്നത്. പോഷകാവശ്യമനുസരിച്ച് പിരമിഡിനെ 6 വൈവിധ്യ നിറങ്ങളാൽ തിരിച്ചിരിക്കുന്നു. ഇതിൽ ഓറഞ്ച് നിറം ധാന്യങ്ങൾ, പച്ച നിറം പച്ചക്കറികൾ, ചുവപ്പ് നിറം പഴങ്ങൾ, മഞ്ഞ നിറം എണ്ണ ഉൽപ്പന്നങ്ങൾ, നീല നിറം പാലും പാൽ ഉൽപ്പന്നങ്ങളും, പർപ്പിൾ നിറം മത്സ്യമാംസാദികൾ എന്നിവയെ സൂചിപ്പിക്കുന്നു. ഈ പിരമിഡിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. സമീകൃത ആഹാരം കൂടാതെ വ്യായാമത്തിന്റെ ആവശ്യകത കൂടി ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നു. ഇത്രയും പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചത് ആഹാരം അതിന്റെ അനുയോജ്യമായ അളവിലും രീതിയിലും ഭക്ഷിച്ചാൽ മാത്രമേ ഒരു സമീകൃത വളർച്ച ഉണ്ടാവുകയുള്ളൂ.